ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പച്ചരി ദോശയുടെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. കൂടാതെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പച്ചരി ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ദോശമാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ സ്പൂണിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു തരി കാണാൻ കഴിയുന്നുണ്ടാകും. അതാണ് അതിൻ്റെ പരുവം. പിന്നെ നന്നായിട്ട് അരഞ്ഞു പോയാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു തരി വേണം എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് അരക്കാതിരിക്കാൻ പാടില്ല. നന്നായിട്ട് അരക്കണം, എങ്കിലും ചെറിയൊരു തരി വേണം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസിലാണ് കേട്ടോ ഈ ബാറ്റർ ഉണ്ടാവുക. ഒരു കട്ടിയും പാടില്ല, നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ്. പിന്നെ നമ്മൾ ഇതുപോലുള്ളൊരു തവി വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കുകയാണ്. ബാറ്റർ നല്ല ലൂസായി പോയാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് ദോശ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ആവറേജ് ഇപ്പം ഞാനൊരു 1 കപ്പ് അരിയിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പച്ചരി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ പച്ചരി ദോശ ചുട്ടെടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാനിൽ ഒരിക്കലും ഇത് ശരിയായിട്ട് കിട്ടില്ല. പിന്നെ നല്ല മയങ്ങിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇപ്പോൾ ദോശച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ നല്ലെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. വെളിച്ചെണ്ണ എടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കും. പിന്നെ നെയ്യ് എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റിൽ ദോശ ചുടുന്നത്. അപ്പോൾ ഒരു തവി ബാറ്റർ കൊണ്ട് തന്നെ ഒരു ദോശ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് മറിച്ചിടേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് മറിച്ചിടണ്ടേന്നൊക്കെ. അപ്പോൾ ഇനി കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ചിടണ്ട കേട്ടോ. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയപ്പോഴേക്കും ദോശ കുക്കായിട്ടുണ്ട്. ഇനി ഒരു 10 സെക്കൻഡ് കൂടെ വെച്ചിട്ട് നമുക്ക് ദോശ എടുക്കാം. ഇത് തുറന്ന ഉടനെ തന്നെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പച്ചരി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ പച്ചരി ദോശ ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഈ ദോശയ്ക്ക് പേപ്പർ ദോശ, പച്ചരി ദോശ, സീദോശ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ സീദോശ എന്ന് പറയുന്നത് ഇത് ബാറ്റർ ചട്ടിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് സീ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല തമാശയായിട്ട് തോന്നി. പിന്നെ വളരെ കട്ടി കുറഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ എന്തുകൊണ്ടും നല്ലതാണ് ഈ ദോശ കേട്ടോ. ഈ പച്ചരി ദോശ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം തന്നെയാണ്. നല്ല കട്ടിയുള്ളതൊക്കെ രാവിലെ തന്നെ കഴിക്കുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പച്ചരി ദോശ തിരഞ്ഞെടുക്കാം. വളരെ സോഫ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
നല്ല സോഫ്റ്റാണ്. പിന്നെ ഇത് ചൂടോടെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ട് ചുട്ടെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നോൺ വെജോ വെജോ ഏതും ചട്നി ഏത് വേണമെങ്കിലും ഈ ദോശയുടെ കൂടെ നമുക്ക് കഴിക്കാം. എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണെന്ന് പറയാം. അപ്പോൾ നോക്കൂ, വളരെ സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇതേ ഉണ്ടാക്കൂ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പച്ചരി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്